ആശാപ്രവർത്തകർ നടത്തുന്ന നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശമാർ സമരം ആരംഭിച്ചിട്ട് ഇന്ന് 41 ദിവസം തികയുകയാണ്. ഗോകുൽനാഥ് വിശദാംശങ്ങളുമായി ഒപ്പം അവിടെ നിന്നും ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നിരാഹാര സമരവും ഇത്ര ദിവസം പിന്നിട്ടിരിക്കുന്നു. സമരം മൊത്തത്തിൽ 41 ദിവസമായിരിക്കുകയാണ്. ചർച്ചകളെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. സമരം അവസാനിപ്പിക്കൂ എന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത്, ആരോഗ്യ വകുപ്പിന് പറയാനുള്ളത്. പക്ഷേ ഇവരുടെ ആവശ്യങ്ങളൊന്നും നേടിയെടുക്കാതെ ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ആശമാർ. അവർക്ക് എന്താണ് ഇന്നേ ദിവസം പറയാനുള്ളത് ഗോകുൽ? മൂർത്തി പറഞ്ഞതുപോലെ തന്നെ സമരം ഇന്ന് 41-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അനിശ്ചിതകാല രാപ്പകൽ സമരം 41 ദിവസം കടക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ നിരാഹാര സമരം ഇന്ന് 3-ാം ദിവസമാണ്. ഈ 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ പലർക്കുമുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി MA ബിന്ദുവും അതേപോലെ തന്നെ മറ്റ് 2 ആശാ പ്രവർത്തകരുമാണ് നിരാഹാര സമരം ഇരിക്കുന്നത്. ഇതിൽ ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരമാണ് ഒരാൾക്ക് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. തുടർന്ന് കുഴപ്പമില്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് വീണ്ടും നിരാഹാര സമരവുമായിട്ട് ഇപ്പോൾ ഈ സമരവേദിയിലേക്ക് എത്തുകയും ചെയ്തു. സമരം അവർ തുടരുകയും ചെയ്യുകയാണ്. അപ്പോൾ അത്രത്തോളം ദുരിതത്തിൽ കൂടെയാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നതെന്നുള്ളതാണ്. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. 3-ാം ദിവസം ആകുമ്പോഴേക്കും ആരോഗ്യ പ്രശ്നം കലശലാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും നേരമായിട്ടും അല്ലെങ്കിൽ ഇത്രയും സമയമായിട്ടും ഇവരെ ഒന്നും കണ്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. എന്തായാലും സമരം മുൻപോട്ട് തന്നെ പോവുകയാണ്. സർക്കാർ ഈ സമരത്തെ കാണുന്നതുവരെ സമരം മുൻപോട്ട് പോകുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ അവരുടെ പ്രതികരണങ്ങൾ കൂടെ തേടേണ്ടതുണ്ട്. അവർ ഏതുതരം മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. സമരം ഇപ്പോൾ 3-ാം ദിവസമാണ്. ഒന്നും വിളിച്ചിട്ടില്ല മോനെ, വിളിക്കും. ആരോഗ്യ പ്രശ്നം ഒരാൾക്കുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ എങ്ങനെ? അദ്ദേഹത്തെ നമ്മൾ മാറ്റി വേറെ ആളെ കിടത്തി. അതുപോലെ 3 പേര് വെച്ച് ഈ നിരാഹാര സമരം മുൻപോട്ട് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇപ്പം അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അടുത്ത ഘട്ടം വരുമ്പോഴത്തേക്ക് വേറെ തീരുമാനങ്ങളൊക്കെ എടുക്കും. ഇപ്പം അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിരാഹാര സമരം വരുന്നിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. സർക്കാരിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? സർക്കാരിനോട് പറയാനുള്ളത് ഇത് നമ്മൾ തുടക്കം മുതൽ ആവശ്യപ്പെടുന്ന പോലെ നമ്മൾ വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യണം. അതാണ് സർക്കാരിനോട് പറയാനുള്ളത്. നമുക്ക് പറയാനുള്ളത് പോലെ തന്നെ ഇപ്പോൾ സമരം, ഈ നിരാഹാര സമരം 3 ദിവസമാകുന്നതേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിൽ ഈ രാപ്പകൽ സമരം അത് 41-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴും സർക്കാർ ഇതുവരെയും ഈ സമരത്തെ കാണുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ ചർച്ചകൾ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ തുക നൽകുക, അതായത് മാന്യമായിട്ടുള്ള ഒരു കൂലി നൽകുക എന്നുള്ളൊരു ആവശ്യത്തിൽ ഉന്നയിച്ചുകൊണ്ടുള്ള ആ ഒരു സമരത്തെ കാണാതിരിക്കുന്നത് എങ്ങനെയെന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സമരവേദിയിൽ തന്നെയാണ് ഈ പ്രവർത്തകർ ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളും പ്രാഥമിക കൃത്യങ്ങൾക്ക് പോയി വന്നതിന് ശേഷം വീണ്ടും ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ കനത്ത വെയിലിലും മഴയിലും മഞ്ഞിലും ഒക്കെ ഇവിടെ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നുള്ളതാണ്. അത്രത്തോളം ദുരിതവും ബുദ്ധിമുട്ടിലും കൂടെയാണ് ഈ സമരം കടന്നു പോകുന്നത്. അത് കൂടാതെ ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇടപെടലും കൂടി ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഈ സമരത്തെ കാണുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെ ഈ സമരത്തെ കാണുമെന്നുള്ളത് കണ്ടതാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും സമരം ശക്തമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഇവരുടെ ആവശ്യങ്ങൾ